ഹലോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബട്ടൂരയും ഗാർലിക് ചിക്കനും ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം മൈദ എടുക്കുക. ആവശ്യത്തിന് ഞാൻ കുറച്ചെടുക്കുന്നുണ്ടല്ലോ, മക്കൾക്ക് മാത്രമായതുകൊണ്ട്. അതിലേക്ക് കുറച്ച് റവ ഇട്ടു, പഞ്ചസാര ഇട്ടു, ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ തൈര് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ ഈ അപ്പക്കാരൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് ഒഴിവാക്കി. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ലതുപോലെ വെള്ളമൊഴിച്ച് നല്ല കുഴച്ചെടുക്കുമ്പോൾ ഞാൻ വല്ലാതെ ടൈറ്റ് ആക്കിയില്ല, കുറച്ച് ലൂസാക്കിയിട്ടാണ്. ഏകദേശം കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു, കാരണം നമ്മളിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കാരണം അതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കുറച്ചൊന്ന് പൊങ്ങി വരാനുണ്ട്. വല്ലാതെ പൊങ്ങി വരും നമ്മൾ അപ്പക്കാരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ അപ്പക്കാരം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഡോ ആക്കിയിട്ട്, നല്ല സോഫ്റ്റ് ഒരു ഡോ ആക്കിയിട്ട് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറോളം എന്ത് ചെയ്യാണ്, ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എന്താ ചെയ്യുക, ഈ മാവ് ഒക്കെ നല്ലതുപോലെ കുറച്ചും കൂടി ഒന്ന് പ്ലഫി ആയിട്ട് വരും, നല്ലതുപോലെ സോഫ്റ്റ് ആവും. ഞാനിത് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി വെച്ചു കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് ചെയ്യണ മാതിരി ചെയ്യാൻ. വേണമെങ്കിൽ ചിലവരൊക്കെ നമ്മൾ നല്ല നനഞ്ഞ തുണിയിലൊക്കെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു പാത്രം കൊണ്ട് ജസ്റ്റ് മൂടി വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമോ, അതും എണ്ണയൊക്കെ ഒഴിച്ച് ഒരു അരമണിക്കൂറോളം നമ്മളിത് മൂടി വെച്ചു. അങ്ങനെ അത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് പ്രഷറിൽ വെച്ചിട്ട് ആക്കാം. പിന്നെന്ത് ചെയ്യാം, വേണമെങ്കിൽ പരത്തുകയും ചെയ്യാം. ഞാൻ ഇവിടെ പരത്തുകയാണ് ചെയ്തത്. ഞാൻ കുറച്ച് നീട്ടിയാണ് പരത്തിയത്, മറ്റേ പൂരി ഉണ്ടാക്കുന്ന പോലെ വട്ടത്തിൽ അങ്ങ് പരത്തിയില്ല, കുറച്ച് നീട്ടി പരത്തി. ചിലവരത് ട്രയാങ്കിൾ ഷേപ്പിലും അങ്ങനെയൊക്കെ സമൂസേൻ്റെ ഷേപ്പൊക്കെ അല്ലേ, അതിലൊക്കെ ചെയ്യണവരുണ്ട്. അതൊക്കെ നമ്മളെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടാണ് എടുത്തത് കേട്ടോ, നീട്ടി പരത്തിയിട്ടാണ് എടുത്തത്. അങ്ങനെ പരത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലതുപോലെ ചൂട എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ രണ്ട് ഭാഗവും മുരിയിച്ചെടുക്കുക. അങ്ങനെ മുരിയിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് എന്താ പറയുക, ഗാർലിക് ചിക്കനാണ് കേട്ടോ. ഗാർലിക് ചിക്കൻ എല്ലാത്തിനും റെസിപ്പി ഇട്ട് വീഡിയോയിലിട്ടുണ്ടെങ്കിൽ വല്ലാതെ ലോങ് ആയി പോകും. അതുകൊണ്ട് ഇന്ന് ബട്ടൂരേൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി നാളത്തെ വീഡിയോയിലിടാം. എല്ലാവരും നിർബന്ധമായിട്ട് കാണുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ഞാൻ നാളെ വളരെ ഈസിയാണ്, അതും വളരെ ഈസിയാണ്. വളരെ പെട്ടെന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ പരിപാടി തീർത്ത് വെക്കാം. കാരണം അത് റെസ്റ്റ് ചെയ്യാൻ നിൽക്കണോണ്ടാട്ടോ ഞാൻ 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞത്. ചിക്കനും നമ്മൾ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് 2 മണിക്കൂർ പറഞ്ഞല്ല. ഞാൻ വളരെ പെട്ടെന്ന് കഴിയും. ഓക്കെ, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. അഭിപ്രായങ്ങൾ പറയുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് വളരാന്നേ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ സംഭവം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ കോമ്പിനേഷനാണ്, മക്കൾക്കൊക്കെ ഇഷ്ടം.